Hi friends, welcome to iPlus. iPlusന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്ട്രാറ്റജീസ് ഫോർ എൻഹാൻസ്മെൻറ്റ്സ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ ഈ ഒരു ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ വരുന്ന സബ് ടോപ്പിക്സ് എന്ന് പറയുന്നത് നമുക്ക് ആനിമൽ ഹസ്ബൻഡറി പഠിക്കാനുണ്ട്, അതേപോലെ തന്നെ മാനേജ്മെൻറ്റ് ഓഫ് ഫാം ആൻഡ് ഫാം അനിമൽസ്, ആനിമൽ ബ്രീഡിംഗ്, ബീ കീപ്പിംഗ്, ഫിഷറീസ്, then plant breeding, biofortification, single cell protein, tissue culture. ഇത്രയും ടോപ്പിക്സ് ആണ് ഈ ഒരു മെയിൻ ടോപ്പിക്, അതായത് സ്ട്രാറ്റജീസ് ഫോർ എൻഹാൻസ്മെൻറ്റ് ഇൻ ഫുഡ് പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇത് നമ്മൾ പഠിക്കുന്നത് +2 ടെക്സ്റ്റ് ബുക്കുകളാണ് കേട്ടോ. നമ്മളിതിൻ്റെ മെയിൻ പാർട്ട് പഠിക്കുന്നത്. അതുകൂടാതെ നമ്മൾ 8th പഠിക്കുന്നുണ്ട് ഈ കാര്യങ്ങൾ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും എന്താണ് ഈ പറയുന്ന ബീ കീപ്പിംഗ്, അല്ലെ എപ്പികൾച്ചറാണ് ബീ കീപ്പിംഗ് എന്ന് പറയുന്നത്. ദെൻ ഫിഷറീസ്, ഇതൊക്കെ നമ്മൾ ചെറുതായിട്ട് 8ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ +2 പഠിക്കുന്നത്. പക്ഷേ ഇപ്പോൾ +2 ഈ ഒരു ചാപ്റ്റർ ഡിലീറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. അതായത് ഇപ്പോഴത്തെ +2 ടെക്സ്റ്റുകളിൽ കാണാം, പക്ഷേ കുട്ടികൾക്ക് ഇത് പഠിക്കാനായിട്ടില്ല കേട്ടോ. പക്ഷെ നമുക്ക് സിലബസിലുള്ളത് കൊണ്ട് തന്നെ നമ്മളിതിൻ്റെ ക്വസ്റ്റ്യനൊക്കെ മാക്സിമം ഡിസ്കസ് ചെയ്യണം. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സ്റ്റെപ്പ് ഇൻ മൾട്ടിപ്പിൾ ഓവുലേഷൻ എംബ്രിയോ ട്രാൻസ്ഫർ ടെക്നോളജി ഓർ മോഫ്റ്റ് എന്ന് പറയും കേട്ടോ. MOET ആണ് ഇത്. മിക്കവാറും ഇതിൻ്റെ ഫുൾ ഫോം ഒക്കെ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. എന്തായിരുന്നു? MOET, മൾട്ടിപ്പിൾ ഓവുലേഷൻ എംബ്രിയോ ട്രാൻസ്ഫർ ടെക്നോളജി ആണ് MOET എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഈ MOETയുടെ സ്റ്റെപ്പ് അല്ലാത്തത് ഏതാണ്? കൗ yields about 6 to 8 eggs at a time. Cow is fertilized by artificial insemination. Fertilized eggs are transferred to surrogate mother at 8 to 32 cell stage. Cow is administered hormone having LH-like activity for super ovulation. അപ്പോൾ ഇത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇതിൽ ഏതാണ് നമ്മുടെ MOET അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓവുലേഷൻ എംബ്രിയോ ട്രാൻസ്ഫർ ടെക്നോളജിയുടെ സ്റ്റെപ്പ് അല്ലാത്തതാണ് ചോദിക്കുന്നത്. ആൻഡ് അവർ ആൻസർ ഈസ് ഓപ്ഷൻ ഡി ആണ്. കൗ ഈസ് അഡ്മിനിസ്ട്രേറ്റഡ് ഹോർമോൺ ഹാവിങ് LH-like activity for super ഓവുലേഷൻ എന്നുള്ളതാണ് ഇതിൻ്റെ സ്റ്റെപ്പ് അല്ലാതെ വരുന്നത്. ബാക്കിയെല്ലാം തന്നെ MOETയുടെ സ്റ്റെപ്പാണ്. കവ് നമുക്ക് 6 to 8 എഗ്സ് ഒരു സമയത്ത് ഈൽഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഇത് ഫെർട്ടിലൈസ് ചെയ്യുന്ന ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ വഴി ഫെർട്ടിലൈസേഷന് കൊണ്ടുപോകുന്നുണ്ട്. ദെൻ ഫെർട്ടിലൈസ്ഡ് എഗ്സിനെ ഒരു സ്യൂറോഗേറ്റ് മദറിലേക്ക് ആ ഒരു സൈഗോട്ടിൻ്റെ 8 to 30 സൈഗോട്ടിനല്ല അതിൻ്റെ ഡിഫറൻസിയേഷൻ കഴിഞ്ഞിട്ടുള്ള 8 തുടങ്ങി 32 വരെയുള്ള ആ ഒരു സെൽ കണ്ടീഷനിൽ സെൽ സ്റ്റേജിലേക്ക് ആയി കഴിയുമ്പോൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. Then by which method was a new breed Hizardale of sheep formed by using Bicanary ears and Merino rams? ഇതിൽ പുതിയൊരു ബ്രീഡിൻ്റെ കാര്യമാണ് പറയുന്നത്. എന്താ ഇതിൽ ഏത് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ഹിസാഡേൽ എന്ന് പറയുന്ന ഒരു പുതിയ ബ്രീഡിനെ നിർമ്മിച്ചിട്ടുള്ളത്? ആ ബ്രീഡ് നിർമ്മിച്ചിട്ടുള്ളത് ഈ പറയുന്ന 2 വെറൈറ്റീസ് ഉപയോഗിച്ചിട്ടാണ്. ഏതാ? ബിക്കനേറി ഈവ്സും മറൈനോ റാംസ് എന്ന് പറയുന്ന 2 വെറൈറ്റീസിനെ കൂടി ചേർത്തിട്ടാണ് ഹിസാഡേൽ എന്ന് പറയുന്ന ന്യൂ വെറൈറ്റി ഓഫ് ഷീപ്പ് നിർമ്മിച്ചിട്ടുള്ളത്. പഞ്ചാബിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നി ഈ അടുത്ത് കഴിഞ്ഞൊരു PSC എക്സാമിന് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. PSC എക്സാമിനാണ് വേറെ എക്സാമിനാണ് എന്തായാലും ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഏത് സ്റ്റേറ്റ് ആണെന്നോ അങ്ങനെ റിലേറ്റഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ടെക്നിക്ക് എന്ന് പറയുന്നത് ഓപ്ഷൻ എ മ്യൂട്ടേഷണൽ ബ്രീഡിംഗ്, ദെൻ ഓപ്ഷൻ ബി ഇൻ ബ്രീഡിംഗ്, ഓപ്ഷൻ സി ക്രോസ് ബ്രീഡിംഗ് ആൻഡ് ഓപ്ഷൻ ഡി ഔട്ട് ക്രോസിംഗ്. ആൻഡ് അവർ ആൻസർ ഓപ്ഷൻ സി ആണ്, ക്രോസ് ബ്രീഡിംഗ് ആണ്. 2 ഡിഫറെൻറ്റ് വെറൈറ്റീസ് ആയതുകൊണ്ട് തന്നെ ക്രോസ് ബ്രീഡിംഗ് ആയിരിക്കും നമുക്കിവിടെ ആൻസർ ആയിട്ട് വന്നത്. Then next, inbreeding depression is എന്താണ് inbreeding depression? എനിക്ക് തോന്നുന്നു നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ റിപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറയുന്ന ടോപ്പിക്ക് ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ എന്താണ് inbreeding depression എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡിക്രീസ് പ്രൊഡക്ടിവിറ്റി ഡ്യൂ ടു മേറ്റിംഗ് ഓഫ് സുപ്പീരിയർ മെയിൽ ആൻഡ് ഇൻഫീരിയർ ഫീമെയിൽ. സുപ്പീരിയർ മെയിലിനെയും അതേപോലെ ഇൻഫീരിയർ ഫീമെയിലിനെയും തമ്മിൽ മേറ്റ് ചെയ്യുന്ന സമയത്ത് പ്രൊഡക്ടിവിറ്റി കുറഞ്ഞു പോകാം. ഡിക്രീസ് ഇൻ ബോഡി മാസ് ഓഫ് പ്രോജനി ഡ്യൂ ടു കണ്ടിന്യൂസ് ക്ലോസ് ബ്രീഡിംഗ്. അതായത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്ലോസ് ബ്രീഡിംഗ് വഴി ഡിക്രീസ് ഇൻ ബോഡി മാസ് ഓഫ് പ്രോജനിയുടെ ബോഡി മാസ് വെയിറ്റ് കുറയാൻ ചാൻസ് ഉണ്ട്. റെഡ്യൂസ്ഡ് ഫെർട്ടിലിറ്റി ആൻഡ് പ്രൊഡക്ടിവിറ്റി ഡ്യൂ ടു കണ്ടിന്യൂഡ് ക്രോസ് ഇൻബ്രീഡിംഗ്. ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്രോസ് ഇൻബ്രീഡിംഗ് മൂലം ഫെർട്ടിലിറ്റിയും പ്രൊഡക്ടിവിറ്റിയും കുറയാം. റെഡ്യൂസ്ഡ് മോട്ടിലിറ്റി ആൻഡ് ഇമ്മ്യൂണിറ്റി ഡ്യൂ ടു ക്ലോസ് ഇൻബ്രീഡിംഗ്. പിന്നെ അത് മാത്രമല്ല ലാസ്റ്റ് ഓപ്ഷൻ തന്നിട്ടുള്ളത് മോട്ടിലിറ്റിയും ഇമ്മ്യൂണിറ്റിയും റെഡ്യൂസ് ചെയ്യാം എന്നാണ് തന്നിട്ടുള്ളത്. ആൻഡ് അവർ ആൻസർ ഓപ്ഷൻ സി ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. കണ്ടിന്യൂസ് ആയിട്ട് സെൽഫ് പോളിനേഷൻ, നമ്മളവിടെ സെൽഫ് പോളിനേഷൻ ആണ് പറയുന്നത്. സെൽഫ് ബ്രീഡിങ് അല്ലെങ്കിൽ ഇൻബ്രീഡിങ് നടത്തിയിട്ടുണ്ടെങ്കിൽ ഫെർട്ടിലിറ്റിയും അതേപോലെ പ്രൊഡക്ടിവിറ്റിയും കുറയാനായിട്ടാണ് ചാൻസ്.
Then select the incorrect statement. തന്നിട്ടുള്ളതിൽ ഇൻകറക്റ്റ് ആയുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഇൻബ്രീഡിംഗ് ഇൻക്രീസ് ഹോമോസൈഗോസിറ്റി. കണ്ടിന്യൂസ് ആയിട്ട് ഇൻബ്രീഡിംഗ് നടത്തിയിട്ടുണ്ടെങ്കിൽ ഹോമോസൈഗോസിറ്റി കൂടും, അതായത് അവരുടെ ക്യാരക്ടർ തമ്മിലുള്ള സിമിലാരിറ്റി. ഇൻബ്രീഡിംഗ് ഇസ് എസെൻഷ്യൽ ടു ഇവോൾവ് പ്യുവർ ലൈൻസ് ഇൻ എനി ആനിമൽ. ഏതെങ്കിലും ആനിമൽസിൽ പ്യുവർ ലൈൻ കിട്ടാൻ വേണ്ടി കണ്ടിന്യൂസ് ആയിട്ട് ഇൻബ്രീഡിംഗ് ചെയ്താൽ മതി. ഇൻബ്രീഡിംഗ് സെലക്ട് ഹാംഫുൾ റെസീവ് ജീൻ ദാറ്റ് റെഡ്യൂസ് ഫെർട്ടിലിറ്റി ആൻഡ് പ്രൊഡക്ടിവിറ്റി. ഫെർട്ടിലിറ്റിയും പ്രൊഡക്ടിവിറ്റിയും കുറയും, ഹാംഫുൾ റെസീവ് ജീൻ കാരണം. ദെൻ ഇൻബ്രീഡിംഗ് ഹെൽപ്പ് ഇൻ അക്യുമുലേഷൻ ഓഫ് സുപ്പീരിയർ ജീൻ ആൻഡ് എലിമിനേഷൻ ഓഫ് അൺഡിസറബിൾ ജീൻ. ഇതിന് തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഏതാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് ചോദിക്കുന്നത്. നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഡീലായിട്ട് പഠിച്ചതാണ് ഇത്. ഓപ്ഷൻ സി ആണ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കേട്ടോ. ഇൻബ്രീഡിംഗ് സെലക്ട് ഹാംഫുൾ റെസീവ് ജീൻ ദ റെഡ്യൂസ് ഫെർട്ടിലിറ്റി ആൻഡ് പ്രൊഡക്ടിവിറ്റി എന്നുള്ളതാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻബ്രീഡിങ് ഡിപ്രഷൻ എന്ന് പറയുന്നതിലാണ് കണ്ടിന്യൂസ് ഇൻബ്രീഡിങ് കാരണം എന്താ മീൻസ് പ്രൊഡക്ടിവിറ്റിയും അതേപോലെ പ്രൊഡക്ടിവിറ്റിയും ഫെർട്ടിലിറ്റിയും കുറയുന്നതാണ്. ഇൻബ്രീഡിങ് ഡിപ്രഷൻ എന്താണെന്നാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. ഇതിൽ ഇൻബ്രീഡിങ് സെലക്ട്സ് ഹാംഫുൾ റെസീവ് ജീൻ ദാറ്റ് റെഡ്യൂസ് ഫെർട്ടിലിറ്റി ആൻഡ് പ്രൊഡക്ടിവിറ്റി എന്നുള്ള ഓപ്ഷനാണ്. മാറിപ്പോവരുത്, ഞാൻ നേരത്തെ പറഞ്ഞതപ്പോൾ അങ്ങനെയല്ലല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കരുത്, അത് ഇൻബ്രീഡിങ് ഡിപ്രഷനാണേ പറയുന്നത്. നെക്സ്റ്റ്, homozygous pure lines in cattle can be obtained by ഒരു ക്യാറ്റിലിൽ ഹോമോസൈഗസ് ആയിട്ട്, അതായത് ഫാദറിൻ്റെയും മദറിൻ്റെയും പക്ക ക്യാരക്ടേഴ്സ് കാണിക്കുന്ന പ്യുവർ ലൈൻ, വേറെ ഒരു വേരിയേഷനും കയറി വരാത്ത ഒരു പ്യുവർ ലൈൻസിന് കിട്ടണമെങ്കിൽ, ക്യാറ്റിൽസിന് കിട്ടണമെങ്കിൽ എങ്ങനെയുള്ള മെത്തേഡ് ആയിരിക്കണം ചെയ്യേണ്ടത്? ഓപ്ഷൻ എ, mating of related individual of same breed, mating of unrelated individual of same breed, mating of individuals of different breed, mating of individuals of different. and ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. അല്ലെ, സെയിം ബ്രീഡ് വേണ്ടേ? റിലേറ്റഡ് ഇൻഡിവിജ്വൽസിൻ്റെ സെയിം ബ്രീഡ്സിലെ റിലേറ്റഡ് ഇൻഡിവിജ്വൽസിനെ തമ്മിൽ മേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ എന്ത് ലഭിക്കുകയുള്ളൂ? ഹോമോസൈഗസ് ആയിട്ടുള്ള പ്യുവർ ലൈൻസിനെ ലഭിക്കുകയുള്ളൂ കേട്ടോ. The next, MOET techniques is used for superovulation in elephant, fish, cattle, chicken. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് MOET എന്താണെന്നല്ലേ, മൾട്ടിപ്പിൾ ഓവുലേഷൻ ടെക്നോളജിയാണ് നമ്മൾ MOET പറഞ്ഞിട്ടുള്ളത്. അതിൽ ഏതിനാണ്, ഏത് ആനിമലിനാണ് ഈ MOET ടെക്നിക്ക് ഓവുലേഷൻ കൂട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്? ആൻഡ് അവർ ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ്, കാറ്റിലാണ് ആൻസർ കേട്ടോ. നെക്സ്റ്റ്, among the following edible fishes, which one is a marine fish having rich source of omega-3 fatty acid? കുറച്ച് എഡിബിൾ ആയിട്ടുള്ള ഫിഷസിനെ തന്നിട്ടുണ്ട്, മറൈൻ ഫിഷസ് ആണ്. അതിൽ ഏതിനാണ് omega-3 ഫാറ്റി ആസിഡ് റിച്ച് ആയിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. മൃഗാല, മാക്രേൽ, അതേപോലെ മിസ്ട്രസ്, ദെൻ മാങ്കോർ. ഇതിൽ ഏതാണ് omega-3 ഫാറ്റി ആസിഡ്സിന് മെയിൻ സോഴ്സ് ആയിട്ടുള്ള മറൈൻ ഫിഷ് എന്നാണ് ചോദിക്കുന്നത്. അവർ ആൻസേഴ്സ് ഓപ്ഷൻ ബി ആണ്, മക്രേലാണ് കേട്ടോ. പാഠപുസ്തകത്തിലുള്ളത് കൊണ്ട് തന്നെ ഈ പേരുകളൊക്കെ ഓർത്തിരിക്കാം. മക്രേലാണ് എന്താ omega-3 ഫാറ്റി ആസിഡ് കൂടുതലുള്ള മറൈൻ ഫിഷ് എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം എനിക്ക് തോന്നുന്നു ഫ്രഷ് വാട്ടറിൽ കാണുന്ന ഫിഷസും കൂടി ഉണ്ട് കേട്ടോ അതിൽ. Then next, interspecific hybridization is the mating of, നമുക്ക് interspecific ഉണ്ട്, intraspecific പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ interspecific hybridization എന്ന് പറയുന്നത് സൂപ്പർ മെയിൽസ് ആൻഡ് ഫീമെയിൽ ഓഫ് ഡിഫറെൻറ്റ് ബ്രീഡ്സ്, രണ്ട് ഡിഫറെൻറ്റ് ബ്രീഡ്സിലെ രണ്ട് സൂപ്പർ മെയിൽസിനെയും ഫീമെയിൽസിനെയും സെലക്ട് ചെയ്തിട്ടുള്ള മീറ്റിംഗ് ആണ്. മോർ ക്ലോസ്ലി റിലേറ്റഡ് ഇൻഡിവിജ്വൽസ് വിത്ത് ദ സെയിം ബ്രീഡ് ഫോർ 4 to 6 ജനറേഷൻ. ഒരുപാട് ക്ലോസ്ഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ, ഇത് ഡിഫറെൻറ്റ് ബ്രീഡാണ് പറഞ്ഞേക്കുന്നത്. ഇവർ പറയുന്നത് ഒരുപാട് ക്ലോസ്ഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെ സെയിം ബ്രീഡിൽ നിന്ന് 4 to 6 ജനറേഷനിലേക്ക് സെലക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ മേറ്റ് ചെയ്യിക്കുന്നത്. ഓപ്ഷൻ സി പറയുന്നത് ആനിമൽസ് വിത്തിൻ ദ സെയിം ബ്രീഡ്. ഇവിടെ ബ്രീഡ് സെയിം ആണ്, പക്ഷേ വിത്തൗട്ട് ഹാവിങ് കോമൺ ആൻസിസ്റ്റർ. ഇവർക്ക് ഒരു കോമൺ ആൻസിസ്റ്റർ ഉണ്ടായിരിക്കില്ല, പക്ഷേ ഇവിടെ ഒരു കോമൺ ആൻസിസ്റ്റർ പറയുന്നുണ്ട്. ദെൻ ഓപ്ഷൻ ഡി, 2 ഡിഫറെൻറ്റ് റിലേറ്റഡ് സ്പീഷീസ് ആണ് ഇന്റർസ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ ആണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി തന്നെയാണ്, 2 ഡിഫറെൻറ്റ് റിലേറ്റഡ് സ്പീഷീസ് ആണ്. വ്യത്യാസമുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള 2 ഡിഫറെൻറ്റ് റിലേറ്റഡ് സ്പീഷീസിന് തമ്മിലുള്ള ബ്രീഡിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇന്റർസ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ എന്ന് നമ്മൾ പറയുന്നത്. 2 ഡിഫറെൻറ്റ് റിലേറ്റഡ് സ്പീഷീസ്, രണ്ട് വ്യത്യസ്തമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള സ്പീഷീസിന് തമ്മിലാണെങ്കിൽ നമുക്ക് അതിന് എന്ത് പറയാം? ഇന്റർസ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ നമുക്ക് പറയാം. ദെൻ നെക്സ്റ്റ്, outbreeding is an important strategy of animal husbandry because it
is useful in producing pure lines of animal, is useful overcoming inbreeding depression, expose harmful recessive gene that are eliminated by selection, help in accumulation of superior gene. അപ്പോൾ ഔട്ട്ബ്രീഡിങ് എന്ന് പറയുന്ന സ്ട്രാറ്റജി നമ്മൾ ആനിമൽ ഹസ്ബൻഡറിയിൽ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന് ചോദിക്കുവാണെങ്കിൽ ഈസ് യൂസ്ഫുൾ ഇൻ ഓവർകമ്മിങ് ഇൻബ്രീഡിങ് ഡിപ്രഷൻ. കണ്ടിന്യൂസ് ആയിട്ട് സെയിം എന്താ പറയുക റിലേറ്റഡ് സ്പീഷിനെ തമ്മിൽ ഇൻബ്രീഡിങ് ചെയ്തിട്ടുണ്ടാകുന്ന ഇൻബ്രീഡിങ് ഡിപ്രഷനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് മെത്തേഡ് യൂസ് ചെയ്യാം? ഔട്ട് ബ്രീഡിങ് എന്ന് പറയുന്ന ഈ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ്, when two unrelated individual of line are crossed, the performance of F hybrid is often superior to both its parent, and this phenomenon is called metamorphosis, heterosis, transformation, swinging. ഇതിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഇതാണ്, രണ്ട് അൺറിലേറ്റഡ് ഇൻഡിവിജ്വൽസ് നമ്മൾ ക്രോസ് ചെയ്യുവാണ്. മീൻസ് റിലേഷനൊന്നും ഇല്ലാത്ത കണക്ഷനൊന്നും ഇല്ലാത്ത രണ്ട് അൺറിലേറ്റഡ് ആയുള്ള സ്പീഷീസിന് നമ്മൾ ക്രോസ് ചെയ്യുന്നു. ആൻഡ് ദ പെർഫോമൻസ് ഓഫ് എഫ് ഹൈബ്രിഡ് ഇസ് ഓഫൺ സുപ്പീരിയർ ടു ബോത്ത് പാരൻസ്. നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ പാരൻസിനേക്കാളും ഇതിൻ്റെ പെർഫോമൻസ് കൂടുതലായിരിക്കും. ആൻഡ് ഈ ഫിനോമിന പറയുന്ന പേരാണ് ഓപ്ഷൻ ബി ഹെറ്ററോസിസ് എന്നാണ് ഇതിനെ പറയുന്നത്. ഓക്കെ, രണ്ട് അൺറിലേറ്റഡ് ഇൻഡിവിജ്വൽസ് ആയിരിക്കും, നമ്മളിതിനെ ക്രോസ് ചെയ്യുവാണ്. ആൻഡ് ദ പെർഫോമൻസ് ഓഫ് ദി എഫ് ഹൈബ്രിഡ്, അതായത് പുതുതായിട്ട് ഉണ്ടാകുന്ന ജനറേഷൻ, ഓഫൺ സുപ്പീരിയർ ടു ബോത്ത് ഇറ്റ് പാരൻസ് ആണെങ്കിൽ ആൻഡ് ദ ഫിനോമിന ഇസ് നോൺ ആസ് ഹെറ്ററോസിസ് എന്നാണ് ഇതിനെ പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ വൈറൽ ഡിസീസ് ഓഫ് പൗൾട്ടറി ഈസ്. പൗൾട്ടറി നമുക്കറിയാം, കോഴി, താറാവ്, കാട ഇതിനെയൊക്കെ വളർത്തുന്നതിനെയാണ് നമ്മൾ പൗൾട്ടറി എന്ന് പറയുന്നത്. അപ്പോൾ പൗൾട്ടറിയിൽ കാണാൻ കഴിയുന്ന കോമൺ ആയിട്ടുള്ള ഒരു വൈറൽ ഡിസീസാണ് കൊറേസ ന്യൂകാസ്റ്റൽ ഡിസീസ്, അതേപോലെ പാസ്റ്റലോസിസ്, ദെൻ സാൽമനലോസിസ്. ഏതായിരിക്കാം പൗൾട്ടറിയിൽ കാണുന്ന വൈറൽ ഡിസീസ് എന്ന് പറയുന്നത്? ഓപ്ഷൻ ബി ആണ്, ന്യൂകാസ്റ്റൽ ഡിസീസ് ആണ് പൗൾട്ടറിയിൽ കാണുന്ന മെയിൻ ആയിട്ടുള്ളൊരു വൈറൽ ഡിസീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് എൻഡേഞ്ചേർഡ് ആനിമൽ ഈസ് എ സോഴ്സ് ഓഫ് വേൾഡ് ഫൈനസ്റ്റ്, lightest, warmest and most expensive wool? The സഹദൂഷ്. ഈ സഹദൂഷ് എന്ന് പറയുന്നത് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു വൂളാണ് കേട്ടോ. ഭയങ്കര ഫൈനസ്റ്റ് ആയിട്ടുള്ള, ലൈറ്റസ്റ്റ് ആയിട്ടുള്ള ആൻഡ് വാമസ്റ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക വൂളാണ്, ഒരു മീൻസ് ക്ലോത്താണ്. അപ്പോൾ അത് നിർമ്മിക്കുന്നത് താഴെ തന്നിട്ടുള്ള ഏത് എൻഡേഞ്ചേർഡ് അനിമലാണ്? അത് എൻഡേഞ്ചേർഡ് ആണ്. ഏതാണെന്ന് ചോദിക്കുന്നത്? നീൽഗായ്, ചീറ്റാൾ, കാശ്മീരി ഗോട്ട്, ചീരു. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ചീരുവിൽ നിന്നാണ് ഇവർ ഈ സാതൂഷ് എന്ന് പറയുന്ന ആ ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ക്ലോത്ത് പ്രിപ്പയർ ചെയ്തെടുക്കുന്നത് കേട്ടോ. ദെൻ വിച്ച് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? Apis indicates the largest wild honeybee. Wax is waste material of honeybee. C.V. Fries discovered the transmission method in honeybee. Drone of honeybee is deployed. ഇതിലേത് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ളതെന്നാണ് ചോദിക്കുന്നത്. ആൻഡ് നമ്മുടെ കറക്റ്റ് ആൻസർ C.V. Fries discovered the transmission method in honeybee എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് കേട്ടോ. നമ്മൾ എന്താ പറയുക എപ്പികൾച്ചർ പഠിക്കുന്നുണ്ട് അല്ലെ, തേനീച്ച വളർത്തൽ. സയൻറ്റിഫിക് ആയിട്ട് നമ്മൾ തേനീച്ചകളെ വളർത്തുന്ന മെത്തേഡിനെ പറയുന്നതാണ് എപ്പികൾച്ചർ എന്ന് പറയുന്നത്. എപ്പീസ് ഇൻഡിക്ക പോലുള്ള ഒരുപാട് വെറൈറ്റി ഓഫ് ഹണി ബീസിനെ നമ്മളിവിടെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഹണി വാക്സ് എന്ന് പറയുന്നത് ഒരിക്കലും ഹണി ബീയുടെ വേസ്റ്റ്ഫുൾ മെറ്റീരിയൽ അല്ല എന്ന് നമുക്കറിയാവുന്നതാണ് കേട്ടോ. ആൻഡ് ഡോളി ഷീപ്പ് വാസ് ഒബ്റ്റെയിൻഡ് ബൈ. ഡോളി എന്ന് പറയുന്ന ഷീപ്പിനെ നമ്മൾ എങ്ങനെ നിർമ്മിച്ചിട്ടുള്ളത് പഠിച്ചിട്ടുണ്ട് നമ്മൾ ചെറിയ ക്ലാസ് മുതൽ. ക്ലോണിങ് ദ അഡർ സെൽ ഓർ സൊമാറ്റിക് സെൽ ഫ്യൂസ്ഡ് വിത്ത് ന്യൂക്ലിയേറ്റഡ് ഊസൈറ്റ്. ന്യൂക്ലിയസ് ഇല്ലാത്ത അൺന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള ഊസൈറ്റുമായിട്ട് അഡർ സെൽസ് അല്ലെങ്കിൽ സൊമാറ്റിക് സെൽസ് ക്രോസ് ചെയ്തിട്ടാണെന്ന് പറയുന്നുണ്ട്. ദെൻ ക്ലോണിങ് ഓഫ് ഗ്യാമീറ്റ്സ്, ടിഷ്യൂ കൾച്ചർ, നൺ ഓഫ് ദീസ്. അല്ല എന്തായാലും നമുക്കറിയാം ഡോളിനെ നമ്മൾ ടിഷ്യൂ കൾച്ചർ വഴി എടുക്കില്ല എന്ന് നമുക്കറിയാം. ആൻഡ് ക്ലോണിങ് ഓഫ് ഗമിറ്റ് ആവാനും ചാൻസ് ഉണ്ടായിരിക്കുമോ? ഇല്ല. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ക്ലോണിങ് ഓഫ് സൊമാറ്റിക് സെൽ ഫ്യൂസ്ഡ് വിത്ത് അൺന്യൂക്ലിയേറ്റഡ് ഊസൈറ്റ് വഴിയാണ് ഡോളി ഷിപ്പിനെ നമ്മൾ നിർമ്മിച്ചിട്ടുള്ളത്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, high milk yielding varieties of cow are obtained by in superovulation, artificial insemination, use of surrogate mother, all of these. നല്ല high milk varieties of cowവിനെ നമുക്ക് ലഭിക്കണമെങ്കിൽ താഴെ പറയുന്നതിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? സൂപ്പറോവുലേഷൻ ആണോ, ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ, surrogate മദറിനെ യൂസ് ചെയ്യണോ, ഓർ ഈ പറഞ്ഞ ടെക്നിക്സ് എല്ലാം തന്നെ അവിടെ ആവശ്യമായിട്ടുണ്ടാവും. ആൻഡ് അവർ ആൻസർ ഈസ് ഓൾ ഓഫ് ദീസ് ആണ്. സൂപ്പറോവുലേഷൻ ആവശ്യമുണ്ട് അവിടെ അല്ലേ. അപ്പം മീൻസ് നല്ല
ചെയ്യാനുള്ള ക്വാളിറ്റി, എക്സ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവ് അവർക്കുണ്ടായിരിക്കണം. ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ, ഓക്കെ, അതും ആവശ്യമായിട്ടുണ്ട്. ദെൻ ഇത് രണ്ടും കൂടാതെ ഒരു സ്യൂറോഗേറ്റ് മദർ നെയിം ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന വഴിയാണ് ഹൈ ഈൽഡിങ് വെറൈറ്റീസ് ഓഫ് കൗസിന് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നത്. ഹണി ഈസ് ആൽക്കലൈൻ, ആസിഡിക്, ബേസിക് ആഫ്റ്റർ സം ഡേയ്സ്, ന്യൂട്രൽ. ഹണിയുടെ pH എത്രയാണെന്നാണ് ചോദിക്കുന്നത്. ഹണി എന്ന് പറയുന്നത് ആസിഡിക് ആണ് കേട്ടോ. വളരെ കുഞ്ഞൊരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ ചോദിക്കുവാണെങ്കിൽ തെറ്റിക്കരുത്. ആസിഡിക് ആണ് ഹണി എന്ന് പറയുന്നത്. Next, when scientists make an animal superior by view of genotype, introducing some foreign gene in it is called immunization, tissue culture, biotechnology, then genetic engineering. ഇതിൽ സയൻറ്റിസ്റ്റ് ഒരു ആനിമൽ സുപ്പീരിയർ ആയിട്ടുള്ള ആനിമലിനെ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ്. മീൻസ് അതിൻ്റെ ജിനോടൈപ്പിൽ നല്ല സുപ്പീരിയർ ആയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയെങ്കിൽ അവരുടെ ബോഡിയിലേക്ക് ഒരു ഫോറിൻ ജീൻ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. നല്ല ഏതെങ്കിലും ക്വാളിറ്റീസ് ഉള്ള ഒരു ഫോറിൻ ജീനിനെ ഈ ഒരു ആനിമലിൻ്റെ ബോഡിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ബൈ വിച്ച് മെത്തേഡ്, ഏത് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണെന്നാണ് ചോദിക്കുന്നത്. സിമ്പിൾ ആയുള്ള ആൻസർ ആണ് ഓപ്ഷൻ സി ആണ്. ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ്. നമ്മൾ ഈ നെക്സ്റ്റ് ചാപ്റ്റർ ആയിട്ട് ബയോടെക്നോളജി പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബയോടെക്നോളജിയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ പറയുന്ന ഫോറിൻ ജീൻ്റെ ഇൻട്രൊഡക്ഷനൊക്കെ നമ്മളവിടെ പറയുന്നുണ്ട്. സോ ഞാൻ അവിടെ പറഞ്ഞുതരാം. ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴിയാണെന്ന് ഓർത്തിരിക്കാം. നെക്സ്റ്റ്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് കോൺസ്റ്റിറ്റ്യൂട്ട് നാച്ചുറൽ സിൽക്ക്? തന്നിട്ടുള്ളതിൽ ഏതാണ് നാച്ചുറൽ സിൽക്ക് ഉണ്ടാകുന്നതിന് കാരണമായിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ നൈട്രജൻ, ഓപ്ഷൻ ബി പൊട്ടാസ്യം, ഓപ്ഷൻ സി മഗ്നീഷ്യം ആൻഡ് ഓപ്ഷൻ ഡി ഫോസ്ഫറസ്. ഏതായിരിക്കും? വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് കോൺസ്റ്റിറ്റ്യൂട്ട് നാച്ചുറൽ സിൽക്ക്? ആൻഡ് അവർ ആൻസർ ഈസ് ഓപ്ഷൻ എ നൈട്രജൻ ആണ് കേട്ടോ. നൈട്രജൻ ആണ് നാച്ചുറൽ സിൽക്കിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു കണ്ടന്റ് എന്ന് പറയുന്നത്. Next, which one of the following fish is introduced into India by foreigners? Foreigners നമ്മുടെ ഇന്ത്യയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ഫിഷ് ടൈപ്പ് ഏതാണ് എന്നാണ് നോക്കാം. മിസ്റ്റർ സിങ്കാല, ക്ലാരിയസ് ബാട്രാച്ചസ്, ലാബിയോ റോഹിറ്റ, ഡി എന്നില്ല കേട്ടോ അവിടെ. ദെൻ പോംഫ്രെറ്റ്. ഇതിലേതാണ് നമ്മുടെ ഇൻഡിജിനസ് അല്ലാത്ത ഇന്ത്യയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള വെറൈറ്റി എന്ന് പറയുകയാണെങ്കിൽ അവർ ആൻസർ ഈസ് ഓപ്ഷൻ ഡി ആണ്. പോംഫ്രെറ്റ് ആണ് കേട്ടോ. ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ് ഇൻ ദ കോസ്റ്റ് ഓഫ് ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ പോംഫ്രെറ്റ് ആണെന്നുള്ള ഓർത്തിരിക്കുക. കണ്ടിട്ടുണ്ടോ? ഫിഗറൊക്കെ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ പോംഫ്രെറ്റിൻ്റെ ഫിഗേഴ്സൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. നെക്സ്റ്റ്, ഇംപ്രൂവ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ റേസ് was controlled. Selective breeding between individual with a desirable character is called inbreeding, eugenic, then euthanics, then none of these. ഇതിൽ ഇംപ്രൂവ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ റേസിന് ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടി ബൈ കൺട്രോൾ ദ സെലക്റ്റീവ് ബ്രീഡിംഗ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ വിത്ത് ഡിസറബിൾ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതിന് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, യൂജനിക്സ് എന്നുള്ളതാണ്. വേണമെങ്കിൽ എക്സാമിനെ കുറിച്ച് നമുക്ക് തിരിച്ചു ചോദിക്കാം, വാട്ട് ഈസ് യൂജനിക് എന്ന് പറഞ്ഞ് ചോദിക്കാം. അപ്പോൾ എന്താണ് യൂജനിക് എന്ന് പറയുന്നത്? ഇംപ്രൂവ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ റേസ് ബൈ കൺട്രോൾഡ് സെലക്റ്റീവ് ബ്രീഡിംഗ് ബിറ്റ്വീൻ, ഒരു കൺട്രോൾഡ് സെലക്റ്റീവ് ബ്രീഡിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. ആരൊക്കെ തമ്മിലാണ്? ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ് വിത്ത് ഡിസറബിൾ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഇൻഡിവിജ്വൽ തമ്മിലുള്ള ഒരു എന്താ പറയുക, ഒരു ബ്രീഡിംഗ് ആണ് ഇവിടെ. ആൻഡ് the silkworm swill is a product of salivary gland of the larva, salivary gland of the adult, cuticle of the larva, cuticle of the adult. ഒരു നമുക്കറിയാം സിൽക്ക് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിൽക്ക് വാമിൽ നിന്നാണ്. അപ്പോൾ സിൽക്ക് വാമിൻ്റെ ഏത് സ്റ്റേജിലാണ്? ലാവ സ്റ്റേജ് ആണോ, അഡൽട്ട് ആണോ, ആൻഡ് വിച്ച് പാർട്ട് ഓഫ് ദി ഓർഗാനിസത്തിൻ്റെ ഏത് പാർട്ടിൽ നിന്നാണെന്നൊക്കെ അറിയണം അല്ലേ. ആൻസർ വന്ന ഓപ്ഷൻ എ ആണ്, സലൈവറി ഗ്ലാൻഡ് ഓഫ് ദ ലാർവയുടെ സലൈവറി ഗ്ലാൻഡിൽ നിന്നാണ് അവർ സിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിൽ പ്രധാനമായും മൽബറി തോട്ടങ്ങളിലാണ് എന്ത് ചെയ്യുന്നത്, ഹണിബീസ് അല്ല, സിൽക്ക് വാമിൻ്റെ വേംസ് പുഴുക്കൾ നമ്മൾ വളർത്തിയെടുക്കുന്നത്. അതായത് ഇവിടെ ഇപ്പോൾ ഒരു മൽബറിയുടെ ലീഫാണെന്ന് വിചാരിക്കുക, ഇവിടെ ഒരു മോത്ത് എന്താ പറയുക, ഹണീബി തന്നെയാണല്ലോ അതിൻ്റെ വരുന്നത്, ഹണീബി അല്ല, എന്താ പറയുക, സിൽക്ക് വാം മോത്ത്. ശരിക്കും ബട്ടർഫ്ലൈ എന്ന് ഇതിനെ പറയില്ല കേട്ടോ, ബട്ടർഫ്ലൈയുടെ അത്ര ഭംഗിയൊന്നുമില്ല, ഒരു മോത്ത് എന്ന് വേണം നമുക്കിതിനെ പറയാം. ഓക്കെ, അല്ലെങ്കിൽ വേണ്ട, സിൽക്ക് വാം ബട്ടർഫ്ലൈ എന്ന് തന്നെ പറഞ്ഞോളൂ. ഓക്കെ, അപ്പോൾ ഈ ബട്ടർഫ്ലൈ വന്ന് എഗ് ചെയ്യുന്നു. ഒരൊറ്റ എഗ്ഗിങ്ങിൽ തന്നെ ഒരു 10,000-ത്തിലധികം
എഗ്ഗ് ഉണ്ടാവും. അപ്പോൾ ഈ എഗ്ഗോട് കൂട്ടുള്ള ലീഫ് കളക്ട് ചെയ്ത് നേരെ അവരുടെ എന്താ പറയുക ഇത് ചെയ്യുന്ന മീൻസ് ഒരു ലബോറട്ടറി എന്ന് പറയാം. ലബോറട്ടറി മീൻസ് അത്തോളം വലിയ എക്യുപ്ഡ് അല്ല, മീൻസ് എക്യുപ്ഡ് അല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കെമിക്കൽസ് ഒന്നും ഇവിടെ യൂസ് ചെയ്യുന്നില്ല. ആൻഡ് അപ്പോൾ ഒരു റൂമിലേക്ക് കൺട്രോൾഡ് ടെമ്പറേച്ചറൊക്കെ ഉള്ള ഒരു റൂമിലേക്ക് കൊണ്ടുപോകും. അവിടെ ഓരോ ട്രേകളിലായിട്ട് ഈ ലീഫ് അവർ പ്ലേസ് ചെയ്യും. ഇത് വിരിയാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ടെമ്പറേച്ചറൊക്കെ ഇവരിങ്ങനെ പ്രൊവൈഡ് ചെയ്യും. ലൈറ്റൊക്കെ ഉപയോഗിച്ച് ടെമ്പറേച്ചറൊക്കെ പ്രൊവൈഡ് ചെയ്യും. സോ കുറച്ച് നാളുകൾക്ക് ശേഷം ഈ ലീഫിൽ നിന്ന് എല്ലാം എന്താ നമ്മുടെ സിൽക്ക് വാമിൻ്റെ വേംസ് അല്ലെങ്കിൽ ആ കുഞ്ഞു കുഞ്ഞു ലാർവകൾ ഇങ്ങനെ വിരിഞ്ഞ് വരും. ഇവർക്ക് കഴിക്കാൻ ആവശ്യമായിട്ട് മൾബറി ലീഫ് കൊടുക്കും. അങ്ങനെ ഇവർ പിന്നെ കുറച്ച് നാൾ ഇവർ കണ്ടിന്യൂസ്ലി ഈറ്റിംഗ് ആയിരിക്കും. അങ്ങനെ കുറേ നാൾ നിന്ന് കഴിച്ച് ഇവരെന്ത് ചെയ്യും, ഓരോ സിൽക്ക് വാമും അതിൻ്റെ സൈസ് ഭയങ്കരമായിട്ട് കൂടും. ഇത് പണ്ടൊക്കെ ടി വിയിൽ ദൂരദർശനിലൊക്കെ ഈ കൃഷിദീപം എന്നൊക്കെ പറയുന്ന കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും അതിൽ ഇവരുടെ ആ ഒരു കറക്റ്റ് സൈക്കിളൊക്കെ കാണിക്കും. ഇതുണ്ടാക്കുന്ന കൃഷിക്കാരുമായിട്ടുള്ള ഇൻ്റർവ്യൂസ് ഒക്കെ അവർ കാണിക്കും. നല്ല രസമാണ് കാണാൻ. ജസ്റ്റ് ഗൂഗിൾ ചെയ്തോ യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കിയാൽ കിട്ടും കേട്ടോ. ആൻഡ് ഇനി ഇവരുടെ റെസ്റ്റിംഗ് സ്റ്റേജാണ്. ഇനി റെസ്റ്റിംഗ് സ്റ്റേജാണ്. ഇവർ ഇങ്ങനെ വേർതിരിക്കുമായിരിക്കും. ആ സമയത്ത് ഇവരെന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ സലൈവറി ഗ്ലാൻഡിൽ നിന്നും ഒരു സെക്രീഷൻ പ്രൊഡ്യൂസ് ചെയ്യും. ആ സെക്രീഷൻ എന്താ പറയുക കുറച്ചും കൂടി എന്തായിട്ട് മാറും, ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഇങ്ങനെ ഒരു ഫൈബർ കണ്ടന്റ് ഇവരുടെ ബോഡി കംപ്ലീറ്റ് ആയിട്ട് ആ സെക്രീഷൻ വെച്ച് അവരിങ്ങനെ കവർ ചെയ്യും. ആൻഡ് ദിസ് സ്റ്റേജ് ഇസ് നോൺ ആസ് കൊക്കൂൺ. ഈ ഒരു കൊക്കൂൺ സ്റ്റേജ് എന്ന് പറയും. അപ്പോൾ ഈ കൊക്കൂൺ സ്റ്റേജിൽ ഇവരിങ്ങനെ റെസ്റ്റിംഗ് പീരീഡ് ആണ്, ആക്ടിവിറ്റീസ് ഒന്നുമില്ല. അപ്പോൾ ഈ കൊക്കൂണിലേക്ക് എടുത്തിട്ട് അവർ കളക്ട് ചെയ്ത് നേരെ ചൂടുവെള്ളത്തിലേക്ക് ഇടും. ചൂടുവെള്ളത്തിലേക്ക് ഇട്ട് കഴിയുമ്പോൾ ഇതിനുള്ളിലുള്ള ഈ ലാർവ ചത്തുവും ഇതിന് പുറമെയുള്ള സിൽക്ക് അവർ സെപ്പറേറ്റ് ചെയ്തെടുക്കും. അതാണ് ശരിക്കും ഒരു സിൽക്ക് വാം കൾച്ചറിൽ ചെയ്യുന്നത്. ആൻഡ് കുറച്ച് മാത്രം ഈ കൊക്കൂൺസിനെ ഇതിന് വേണ്ടി വിടും. നെക്സ്റ്റ് ജനറേഷന് വേണ്ടിയിട്ടുള്ള ആ ഒരു എഗ് ലേയിങ് പ്രോസസ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്താ പറയുക ബട്ടർഫ്ലൈസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ വിടും. അപ്പോൾ ഇതിന് ഈ ഒരു സ്റ്റേജ് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് ദിസ് ഈസ് സിൽക്ക് വാം കൾച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ലാർവയുടെ സലൈവറി ഗ്ലാൻഡിൽ നിന്നും നമ്മുടെ ഈ പറയുന്ന മോത്തിൻ്റെ ലാർവയുടെ സലൈവറി ഗ്ലാൻഡിൽ നിന്നാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, നാച്ചുറൽ സിൽക്കിൻ്റെ പ്രൊഡക്ഷൻ കാണുന്നത്. ആൻഡ് നെക്സ്റ്റ് വിച്ച് among the following is the real product of the honeybee? ഹണിബിയുടെ റിയൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഹണി, പ്രൊഫോലീസ്, പോളൻ, ബീ വാക്സ്. ഒരു ഹണിബീയിലെ അതിൻ്റെ കൂട്ടിലോ ഓർ അതിൻ്റെ കളക്ഷൻ ആയിട്ടുള്ള സബ്സ്റ്റൻസിൽ ഏതാണ് റിയൽ ആയിട്ടുള്ള ഹണിബിയുടെ പ്രൊഡക്റ്റ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ കറക്റ്റ് ഫസ്റ്റ് തന്നെ ഹണിയും തന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ നേരെ ചെന്ന് ഹണി കുത്താനായിട്ട് ചാൻസ് ഉണ്ട്. ബട്ട് അതല്ല ആൻസർ, ബീ വാക്സ് ആണ് ആൻസർ. കാരണം ഹണി എന്ന് പറയുന്നത് അവർ പൂക്കളിൽ നിന്ന് കളക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് അല്ലേ. അതേപോലെ പ്രൊഫോളിസ് എന്ന് പറയുന്നത് അതെ അവർ മീൻസ് എന്താ പറയുക നമുക്ക് അതൊരു പ്രൊഡക്റ്റിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. പോളനും അതേപോലെ തന്നെ അവർ പൂക്കളിൽ നിന്ന് കളക്ട് ചെയ്ത് വന്നാണ്. പക്ഷെ അവർ സ്വന്തമായിട്ട് അവരുടെ കൂട്ടിൽ നിർമ്മിച്ചെടുക്കുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് ദാറ്റ് ഈസ് ബീ വാക്സ് എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് ദ പ്രോസസ് ഓഫ് മേറ്റിംഗ് ഓഫ് ഇൻഡിവിജ്വൽ വിച്ച് ആർ മോർ ക്ലോസ്ലി റിലേറ്റഡ് ദാൻ ദ ആവറേജ് ഓഫ് ദ പോപ്പുലേഷൻ ടു വിച്ച് ദേ ബി കോൾഡ് ഹെട്രോസിസ്, സെൽഫ് ബ്രീഡിംഗ്, ഇൻബ്രീഡിംഗ്, ഹൈബ്രിഡൈസേഷൻ. ഏതായിരിക്കും മെത്തേഡ്? ഇവിടെ പ്രോസസ് ഓഫ് മേറ്റിംഗ് ഓഫ് ഇൻഡിവിജ്വൽ ആണ്. ഇൻഡിവിജ്വൽസ് നമ്മൾ മേറ്റ് ചെയ്യുവാണ്. ക്യാരക്ടേഴ്സ് എങ്ങനെയാണ്? വിച്ച് ആർ മോർ ക്ലോസ്ലി റിലേറ്റഡ് ദാൻ ദ ആവറേജ് പോപ്പുലേഷൻ. ഇവർ കുറച്ചും കൂടി ക്ലോസ്ലി റിലേറ്റഡ് ആയിരിക്കും. ആൻഡ് വിച്ച് ദേ ബി കോൾ ഓപ്ഷൻ സി ആണ് ഇൻബ്രീഡിംഗ് എന്നാണ്. ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ വിളിക്കാം ഇൻബ്രീഡിംഗ് എന്ന് വിളിക്കാം. Then mutation in a plant cell can be induced by infrared rays, gamma rays, zeatin, kinetin. പ്ലാന്റ് സെല്ലിൽ മ്യൂട്ടേഷന് കാരണമാകുന്ന റേസ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ ഇൻഫ്രാറെഡ് ആണ്, ദെൻ ബി ഗാമ റേസ്, ദെൻ സി സിയാറ്റിൻ ആൻഡ് ഓപ്ഷൻ ഡി കൈനറ്റിൻ. ആൻഡ് അവർ ആൻസർ ഈസ് ഓപ്ഷൻ ബി ആണ്. ഗാമ റേസ് കാരണമാണ് പ്ലാന്റ് സെല്ലിൽ മ്യൂട്ടേഷന് കാരണമാകുന്നത്. മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് സഡൻ ഹെറിറ്റബിൾ ചേഞ്ച് ആണ്. ജനറ്റിക് മെറ്റീരിയൽ ഉണ്ടാകുന്ന സഡൻ ആയിട്ട് ഉണ്ടാകുന്ന ചേഞ്ചിനെ പറയുന്ന പേരാണ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദിസ് മ്യൂട്ടേഷൻ ലീഡ്സ് ടു വേരിയേഷൻ. പയ്യെ മ്യൂട്ടേഷൻ ബോഡിയിൽ അക്യുമുലേറ്റ് ചെയ്ത് കിടന്ന് എന്തായിട്ട് മാറും? ഓർഗാനിസത്തിൽ പ്ലാന്റോ ആനിമലോ എന്തെങ്കിലും ഓർഗാനിസം ആയിക്കോട്ടെ അവരുടെ ബോഡിയിൽ അത് വേരിയേഷന് കാരണം. ദെൻ വേരിയേഷൻ ലീഡ്സ് ടു ഫോർമേഷൻ ഓഫ് എ ന്യൂ സ്പീഷീസ്. ഒരു പുതിയ സ്പീഷീസിൻ്റെ ഫോർമേഷന് ഇത് കാരണമാകുന്നുണ്ട്. സോ ഈ മ്യൂട്ടേഷൻ നോർമലി സംഭവിക്കുന്ന നാച്ചുറലായിട്ട് സംഭവിക്കുന്ന മ്യൂട്ടേഷൻസ് ഉണ്ട്. അതുകൂടാതെ നമുക്ക് ആർട്ടിഫിഷ്യലി നമുക്ക് പ്ലാന്റ്സിനോ ആനിമൽസിനോ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒന്നാണ് ഗാമാ ഗാർഡൻ എന്ന് പറയുന്നത് കേട്ടോ. ഗാമാ ഗാർഡൻ പ്ലാന്റ്സിൽ മ്യൂട്ടേഷൻ ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗാമാ റേസ് നമ്മൾ കൊടുക്കുന്നതിനെ പറയുന്നതാണ് ഗാമാ ഗാർഡൻസ് എന്ന് പറയുന്നത്.
ഓക്കെ, ഗാമ ഗാർഡൻ. അപ്പോൾ ഇതിലിങ്ങനെ ഒരു വലിയൊരു സർക്കിൾ ആയിട്ടായിരിക്കും പ്ലാന്റ്സിനെ ഇവിടെ അറേഞ്ച് ചെയ്യുന്നത്. ദെൻ ഇതിനുള്ളിൽ സെൻറ്ററിലായിട്ട് ഒരു ഗാമ റേസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു ചെറിയൊരു സെറ്റപ്പ് ഉണ്ടായിരിക്കും. അതിൽ നിന്നും ഗാമ റേസ് വരുന്നു, അത് നേരെ ഈ പ്ലാന്റ്സിലേക്ക് ഇൻഡ്യൂസ് ചെയ്യുകയും ആ ഇൻഡക്ഷൻ വഴി പ്ലാന്റ്സിൽ മ്യൂട്ടേഷൻ നടക്കുകയും ആ മ്യൂട്ടേഷൻ വഴി പുതിയൊരു സ്പീഷീസ് ആയിട്ട് അല്ലെങ്കിൽ പുതിയ കുറച്ച് ക്യാരക്ടേഴ്സിൻ്റെ ഫോർമേഷൻ അവരുടെ ബോഡിയിൽ കാണാൻ പറ്റും. ഇത് ഗാമ ഗാർഡൻ എന്നാണ് ഇത് പറയുന്നത്. ഈ ഗാമ ഗാർഡൻ അതായത് ഈ ഉണ്ടാകുന്ന റേഡിയേഷൻ, കൊടുക്കുന്ന റേഡിയേഷൻസ് ആ ഒരു ഏരിയയിൽ നിന്നും പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു മതിൽ, വലിയ വാൾസ് ഒക്കെ ഉണ്ടായിരിക്കും. അതിൻ്റെ ഉള്ളിലായിരിക്കും ഈ സ്റ്റേഡിയത്തിൽ കാണുന്ന പോലെ പ്ലാന്റ്സിനെ അറേഞ്ച് ചെയ്യും. ഏറ്റവും മുകളിൽ റോ, താഴെ റോ, അങ്ങനെ മീൻസ് എല്ലാവർക്കും ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി. ദെൻ ഒരു നിശ്ചിത ഇൻ്റർവെൽസിൽ ഈ ഗാമ റേസ് ഒരു സാധനം ഇങ്ങനെ പൊങ്ങി വരും. ദെൻ അതിൻ്റെ റേഡിയേഷൻ ഇങ്ങനെ സ്പ്രിംഗ്ലറൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ആ റേഡിയേഷൻ ഇങ്ങനെ എല്ലാ ചെടികൾക്കും സ്പ്രിംഗ്ലർ ചെയ്ത് കൊടുക്കുന്നല്ല, ഇങ്ങനെ എത്തുന്ന രീതിയിൽ അത് സെറ്റ് ചെയ്യും. എന്നിട്ട് ഒരു നിശ്ചിത ഇൻ്റർവെൽസ് ഇത് കൊടുക്കും, അത് താന്നു പോകും, കൊടുക്കും, താന്നു പോകും. ഈ ഒരു സെറ്റപ്പാണ് ഗാമ ഗാർഡനിൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പ്ലാന്റ് സെൽസിലും മ്യൂട്ടേഷന് കാരണമായിട്ടുള്ളത് ദാറ്റ് ഈസ് ഗാമ റേസ് ആണ്. Next, which of the following is not an objective of biofortification in crops? പ്ലാന്റ്സിലെ ബയോഫോർട്ടിഫിക്കേഷൻ്റെ ഒബ്ജക്റ്റീവ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് ആൻ ഒബ്ജക്റ്റീവ് ഓഫ് ബയോഫോർട്ടിഫിക്കേഷൻ ഇൻ ക്രോപ്സ്. ഇംപ്രൂവ് റെസിസ്റ്റൻസ് ഓഫ് ഡിസീസ്, ഇംപ്രൂവ് വിറ്റാമിൻ കണ്ടന്റ്, ഇംപ്രൂവ് മൈക്രോന്യൂട്രിയൻ ആൻഡ് മിനറൽ കണ്ടന്റ് ആൻഡ് ഇംപ്രൂവ് പ്രോട്ടീൻ കണ്ടന്റ്. ആൻഡ് അവർ ആൻസർ ഈസ് ഓപ്ഷൻ എ ആണ്, ഇംപ്രൂവ് റെസിസ്റ്റൻസ് ഓഫ് ഡിസീസ് ആണ്. ബാക്കിയെല്ലാം തന്നെ ഇതിൻ്റെ ഒബ്ജക്റ്റീവായിട്ട് വരുന്നതാണ്. വിറ്റാമിൻ കണ്ടന്റ് ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്, മൈക്രോന്യൂട്രിയൻ ആൻഡ് മിനറൽ കണ്ടന്റ് ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ പ്ലാന്റ്സിൽ പ്രോട്ടീൻ കണ്ടന്റിൻ്റെ ഇംപ്രൂവ്മെൻറ്റിനും എന്ത് കാരണമാകുന്നുണ്ട്? ബയോഫോർട്ടിഫിക്കേഷൻ കാരണമാകുന്നുണ്ട്. And next, secondary metabolites such as nicotine, then strychnine and caffeine are produced by plant for their growth response, effect on production, defense action, nutritive value. അതായത് ചില പ്ലാന്റ്സ് കുറച്ച് സെക്കൻഡറി മെറ്റബോളൈറ്റ്സിന് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ലൈക്ക് നിക്കോട്ടിൻ, അതേപോലെ സ്ട്രാച്ചിൻ ആൻഡ് കഫീൻ. ആൻഡ് അതിൻ്റെ ഫംഗ്ഷൻ എന്തായിരിക്കും അവരുടെ ബോഡിയിൽ നിന്നാണ് ചോദിക്കുന്നത്. ആൻഡ് ആക്ഷൻ ഈസ് ഡിഫെൻസ് ഇൻ ആക്ഷൻ. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഡേഞ്ചറസ് സിറ്റുവേഷനിലാണെങ്കിൽ അതിനെ എഗെയിൻസ്റ്റ് ആയിട്ട് അതിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നത്? ഈ സെക്കൻഡറി മെറ്റബോളൈറ്റ്സിനെ അവരുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. Next, a system of rotating crop with legume or grass pasture to improve soil structure and fertility is called leaf farming, strip farming, contour farming, then shifting agriculture. ഇതിൽ ചോദിച്ചിട്ടുള്ളത് a system of rotating crops. അതിൽ നമ്മുടെ ക്രോപ്സ് റൊട്ടേറ്റ് ചെയ്യുവാണ് എന്തുപയോഗിച്ച്? വിത്ത് legume or grass pasture to improve the soil structure. സോയിലിൻ്റെ സ്ട്രക്ചറും ഫെർട്ടിലിറ്റിയും കൂട്ടാൻ വേണ്ടിയിട്ടാണ് റൊട്ടേറ്റിംഗ് ക്രോപ്സ് വിത്ത് ലെഗ്യൂമോ ഗ്രാസോ ആയിട്ട് പയർവർഗ്ഗത്തിൽപ്പെട്ട ചെടികളോ അല്ലെങ്കിൽ ഗ്രാസോ ആയിട്ടത് ക്രോപ്പ് റൊട്ടേഷൻ ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ സിസ്റ്റം പറയുന്ന പേരാണ് ഓപ്ഷൻ എ ആണ്, ലീഫ് ഫാമിംഗ് എന്നാണ് അതിനെ പറയുന്നത്. അപ്പോൾ സ്ട്രിപ്പ് ഫാമിംഗ് എന്ന് പറഞ്ഞിട്ട് ഇതേപോലെയാണ് സ്ട്രിപ്പ് ഫാമിംഗ് എന്ന് പറയുന്നത് കേട്ടോ. വേറെ ഒന്നുമില്ല, ദിസ് മെത്തേഡ് ഇൻവോൾവ് planting different crops in alternating narrow strips. നോക്കി ഇവിടെ ഓൾട്ടർനേറ്റിംഗ് ഉള്ള നാരോ സ്ട്രിപ്സിൽ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പ്ലാന്റ്സ് അവർ കൾട്ടിവേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഇവിടെ ഒരു സ്ട്രിപ്പിൽ ഓട്സ് ആണെങ്കിൽ ഇവിടെ ഒരു സ്ട്രിപ്പിൽ കോൺ ആയിരിക്കും, ഇവിടെ ഒരു സ്ട്രിപ്പിൽ ഹേ ആയിരിക്കും കേട്ടോ. ആൻഡ് it prevents soil erosion, but it does not specifically focus on the rotation crop with the legume pasture to restore fertility. ഇവിടെ ഫെർട്ടിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ലെഗ്യൂം ഒക്കെ നടന്ന പോലെയല്ല, പക്ഷേ സോയിൽ ഇറോഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായും ഈ സ്ട്രിപ്പ് ഫാമിംഗ് നടത്തുന്നത്. ഇനി കോണ്ടൂർ ഫാമിംഗ് മീൻസ് ദിസ് ഇസ് ദ ടെക്നിക് ഓഫ് പ്ലോഗിംഗ് ആൻഡ് പ്ലാന്റിംഗ് അക്രോസ് എ സ്ലോപ്പ് ഫോളോയിങ് ഇറ്റ്സ് എലവേഷൻ കോണ്ടൂർ ലൈൻ ടു റെഡ്യൂസ് വാട്ടർ റൺ ഓഫ് ആൻഡ് സോയിൽ ലോസ്. ഇതുപോലെ തന്നെയാണ് തട്ടുതട്ടായിട്ടുള്ള കൃഷി രീതിയാണ് കോണ്ടൂർ ഫാമിംഗ് എന്ന് പറയുന്നത്. സോയിൽ ഇറോഷൻ എല്ലാം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ പ്ലാന്റിങ് അക്രോസ് ദ സ്ലോപ്പിനെ അക്രോസ് ആയിട്ട് ഇവിടെ പ്ലാന്റ് ചെയ്യുന്നത് കേട്ടോ. ആൻഡ് ഇറ്റ്സ് എ ഫിസിക്കൽ സോയിൽ കൺസർവേഷൻ മെത്തേഡ് റാദർ ദാൻ എ ബയോളജിക്കൽ റൊട്ടേഷൻ സിസ്റ്റം. അപ്പോൾ ഒരു ബയോളജിക്കൽ സിസ്റ്റത്തിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു ഫിസിക്കൽ സോയിൽ കൺസർവേഷൻ മെത്തേഡ് എന്ന രീതിയിലാണ് കോണ്ടൂർ ഫാമിംഗ് ചെയ്യുന്നത്. ആൻഡ് ഷിഫ്റ്റിംഗ് അഗ്രികൾച്ചർ സ്ലാഷ് ആൻഡ് ബേൺ എന്ന് പറയും. അതായത് ടെമ്പററി ആയിട്ട് മാത്രമേ ഇവിടെ കൾട്ടിവേഷൻ എപ്പോഴും ചെയ്യുള്ളൂ. ക്ലിയറിങ് എ പ്ലോട്ട് ലാൻഡ് ഫോർ ടെമ്പററി കൾട്ടിവേഷൻ, അല്ലേ, താൽക്കാലികമായിട്ടുള്ള ഒരു അഗ്രികൾച്ചർ അല്ലെങ്കിൽ കൾട്ടിവേഷന് വേണ്ടിയിട്ട് ലാൻഡ് ക്ലിയർ ചെയ്യും. ആൻഡ് ദെൻ അബാൻഡിങ് ഇറ്റ്സ് ടു അലോ നാച്ചുറൽ വെജിറ്റേഷൻ ടു റിസ്റ്റോർ ന്യൂട്രീഷൻ. വീണ്ടും എന്ത് ചെയ്യും? ഒരു നാച്ചുറൽ വെജിറ്റേഷൻ വരാൻ വേണ്ടിയിട്ട്
ടൈം അനുവദിച്ചു കൊടുക്കും. ആൻഡ് ദെൻ അതിനുശേഷം വീണ്ടും അവർക്ക് ആവശ്യമുള്ള ക്രോപ്സ് നടും. അപ്പം ബെയർലാൻഡ് ആക്കും, നാച്ചുറൽ ആയിട്ടുള്ള സാധനം വരാൻ വേണ്ടി ടൈം കൊടുക്കും, പിന്നെ അത് വീണ്ടും കൃഷി ചെയ്യും. അപ്പം ആ ഒരു രീതിയിൽ കൾട്ടിവേഷൻ ഷിഫ്റ്റ് ചെയ്യുന്നതിനെ നമ്മൾ എന്ത് പറയുന്നത്, ഷിഫ്റ്റിംഗ് അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. And next question, in plant breeding program, the entire collection having all the diverse allele for all gene in a given crop is called germ plant collection, germ plasm collection, selection of superior recombinant, cross hybridization among the selected parent, evaluation and selection of the parent. ഇതിൽ plant breeding പ്രോഗ്രാംസിൽ the entire collection of plants ഇന്റെയോ seeds ഇന്റെയോ entire collection having all the diverse of alleles for all the gene, അതായത് അവരുടെ ബോഡിയിൽ കാണുന്ന കംപ്ലീറ്റ് സെറ്റ് ഓഫ് ജീനിൻ്റെ ആ ഒരു എൻറ്റയർ കളക്ഷനെ പറയുന്ന പേരാണ് ജേം പ്ലാസം കളക്ഷൻ. മീൻസ് എല്ലാം ഉണ്ട്, ടോട്ടൽ നമ്പർ ഓഫ് ടോട്ടാലിറ്റി ഓഫ് ജീൻ ഓർ അലീൽസ് ആണ് നമ്മൾ ജേം പ്ലാസം എന്ന് പറയുന്നത്. അതാണ് ഹാവിങ് ഡൈവേഴ്സ് allele for all gene in a given crop, and that is known as germ plasm collection. Next, green revolution in India occurred ഡ്യൂറിങ് 1916s കേട്ടോ. ഇന്ത്യയിൽ ഗ്രീൻ റവല്യൂഷൻ നടന്നിട്ടുള്ള ടൈം എന്ന് പറയുന്നത് 1960s ആണ്. JR.LAB.ASST ഡെവലപ്ഡ് ഫോർ ഗ്രീൻ റവല്യൂഷൻ ഇൻ ഇന്ത്യ ആർ ദ വെറൈറ്റീസ് ഓഫ് JR.LAB.ASST. നമ്മുടെ ഇന്ത്യയിൽ ഗ്രീൻ റവല്യൂഷൻ നടന്ന സമയത്തുള്ള ഡെവലപ്പ് ചെയ്തിട്ടുള്ള 2 ടൈപ്പ് പ്ലാന്റ്സ് ആണ് JR.LAB.ASST എന്ന് പറയുന്നത്. ആൻഡ് ഇത് ഏത് ടൈപ്പ് ഓഫ് പ്ലാന്റ്സിൻ്റെ വെറൈറ്റീസ് ആണെന്നാണ്. ബജ്ര, മെയ്സ്, റൈസ്, വീറ്റ്. ബജ്രയാണോ, മെയ്സ് ആണോ, റൈസ് ആണോ, വീറ്റ് ആണോ എന്നാണ് ചോദിക്കുന്നത്. അല്ല, ആൻസർ ഓപ്ഷൻ സി ആണ്. റൈസിൻ്റെ വെറൈറ്റീസ് ആണ് JR. നമ്മൾ പറയാറുണ്ട് JR എന്നൊക്കെ പറയാറില്ലേ, തന്നെ JR.LAB.ASST ഒക്കെ റൈസിൻ്റെ വെറൈറ്റീസ് ആണ്. നെക്സ്റ്റ്, ഹിമഗിരി ഡെവലപ്ഡ് ബൈ ഹൈബ്രിഡൈസേഷൻ ആൻഡ് സെലക്ഷൻ ഫോർ ഡിസീസ് റെസിസ്റ്റന്റ് അഗെയിൻസ്റ്റ് റസ്റ്റ് പാത്തോജൻ ഇസ് എ വെറൈറ്റി ഓഫ്. ഹിമഗിരി എന്ന് പറയുന്നത് താഴെ തന്നിട്ടുള്ള ഏത് പ്ലാന്റിൻ്റെ വെറൈറ്റിയാണ്? ഡിസീസ് റെസിസ്റ്റൻസ്, റസ്റ്റ് പാത്തോജൻ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഡിസീസിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ഹൈബ്രിഡ് വെറൈറ്റിയാണ് ഹിമഗിരി എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ്സ് എ വെറൈറ്റി ഓഫ് വീറ്റ്, മെയ്സ്, ചില്ലി, ഷുഗർ കെയിൻ. ആൻസേഴ്സ് ഓപ്ഷൻ എ ആണ്. വീറ്റിൻ്റെ വെറൈറ്റിയാണ് ഹിമഗിരി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് കേട്ടോ. ഇനിയും കുറച്ച് ഭാഗം കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്, നമുക്ക് ടിഷ്യൂ കൾച്ചർ ഡിസ്കസ് ചെയ്യാനുണ്ട് അല്ലേ. അപ്പോൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് നെക്സ്റ്റ് ക്ലാസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് റിവൈസ് ചെയ്തെടുക്കുക കേട്ടോ. ടോപ്പിക്സ് ഒക്കെ നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റിഫ്രഷ് ചെയ്തെടുക്കുക. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൻ്റെ ബാക്കി പാർട്ടുമായിട്ട് വീണ്ടും കാണാം. താങ്ക്